സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ചെയ്യുന്നത് വൈറ്റ് സ്വാൻ എന്ന് പറയുന്ന ചാനലിൻ്റെ പ്ലാറ്റ്ഫോമിലാണെന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം. എൻ്റെ സ്വന്തം രാജൻ ജോസഫ് എന്നുള്ള യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ചെയ്യുന്നതോടുകൂടി യൂട്യൂബിലാണ് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ഫേസ്ബുക്കിലെല്ലാം ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അതിൽ ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ എൻ്റെ പിന്നെ അല്ലാതെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നത് വൈറ്റ് സ്വാൻ ചാനലിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ മേഖലയിൽ വന്നതിന് ശേഷം പല ചാനലുകളിൽ ചെയ്തിട്ടുണ്ട്. ABC നാരദ ന്യൂസിലുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് മാത്യു സാബു കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടോ, എൻ്റെ പേര് പറയാതെ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതാണെന്ന്. ഒലക്കയാണ്, തേങ്ങയാണ്. അവിടെ അയാളൊഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ഇപ്പോഴും നല്ല ബന്ധമാണ്. കഴിഞ്ഞ ദിവസം നാരദ ന്യൂസിൻ്റെ CEO ആയിരുന്ന അതിന് പൈസ ഇൻവെസ്റ്റ് ചെയ്ത അഡ്വക്കേറ്റ് ഹേമന്ത് രാമകൃഷ്ണൻ എന്നെ കാണാൻ വന്നത് അതിൻ്റെ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു, എൻ്റെ പേജിനകത്ത്. യൂട്യൂബിൽ പിന്നെ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഫേസ്ബുക്കിൽ റൈറ്റപ്പ് വെച്ചിട്ട് ഇട്ടിരുന്നു. അവിടെ അസോസിയേറ്റ് ചെയ്ത എല്ലാവരും, അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ വീഡിയോ ജേർണലിസ്റ്റുകൾ, ബാക്കിയുള്ളവർ, പിന്നെ അവിടെ പ്രോഗ്രാം പിന്നെ ആങ്കറിങ് നടത്തിയിരുന്നവർ, എല്ലാവരുമായിട്ടും ഭൂരിപക്ഷം പേരുമായിട്ട് ഇപ്പോഴും വ്യക്തിബന്ധം സൂക്ഷിക്കുന്നതാണ് ഞാൻ. അവിടെ നിന്ന് പോയതിന് ശേഷം എല്ലാം ഇത് പൊട്ടിക്കെട്ടി പിള്ളേരെ പൈസ കൊടുക്കാതിരുന്നേ പറ്റിക്കുകയൊക്കെ ചെയ്തതിലാണ്. എൻ്റെ പൈസ പിന്നെ ഞാനോട് ആലപിക്ക് വീട്ടിലേക്ക് വന്ന വിവരം അറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ പൈസ തന്നു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പിന്നെയും വിളിച്ചിട്ട്, നിന്നെ ഞാൻ വിനൂബി ജോണിൻ്റെ മേലെയാക്കും, നിന്നെ ഞാൻ പിന്നെ ഷാജിസ്കറിയുടെ മേലെയാക്കും, നീ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വീണ്ടും സംസാരിച്ചിട്ടുള്ളതാണ്. ഞാനതിൽ കുത്താതിരുന്നത് നന്നായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹം പലരെയും അങ്ങനെ വിളിച്ചിട്ടുള്ളത്. അദ്ദേഹം ചെയ്ത കാര്യമുള്ള നക്കിത്തരവും ഞാൻ ചെയ്തിട്ടില്ല. അവിടെ ജോലി ചെയ്തിട്ടുള്ള ബീന എന്ന് പറഞ്ഞ കൊച്ചിന്, അതേപോലെ തന്നെ സ്നേഹയ്ക്കും അബ്ദുനും പൈസ കിട്ടി. കാരണം അവർക്ക് വേറെ ജോലി കിട്ടിപ്പോയപ്പോൾ അതുവരെയുള്ള പേയ്മെൻറ്റ് ക്ലിയർ ആക്കി. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒരു പാഷൻ്റെ ഭാഗമായിട്ട് മേഖലയിലേക്ക് വന്നവരാ. വീട്ടിൽ നിന്ന് നഴ്സിങ്ങിനൊക്കെ പോകാൻ പറയുമ്പോൾ അത് കേൾക്കാതെ ജേർണലിസ്റ്റ് ഒരു പാഷൻ എടുത്ത കുട്ടികൾക്ക് ചെറിയ റെന്യൂമറേഷൻ അവിടെ നിർത്തിയിട്ട് ആ പൈസ പോലും കൊടുക്കാതെ പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്ന വാടക കൊടുക്കാൻ സ്ഥിതിയില്ലാതെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ വരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ജസ്റ്റില മാടശ്ശേരി അവിടെ ഉണ്ടായിരുന്നു. അവൾ ബാംഗ്ലൂരിൽ നല്ലൊരു ജോലി ഉണ്ടാകുമ്പോൾ അത് പിന്നെ വിട്ടിട്ടാണ് ഇയാളുടെ വാക്ക് കേട്ട് വിശ്വസിച്ച് ഇവിടെ വന്നത്. എന്നിട്ട് അവിടെയും ചതിച്ചു. പക്ഷേ ജസ്റ്റിലായിട്ടൊക്കെ ഞാൻ നിരന്തരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. അവൾക്കൊരു ആവശ്യം ഉണ്ടായപ്പോൾ പിന്നെ ഇവിടുന്ന് പോയതിന് ശേഷം അവളുടെ വീട്ടിൽ പെരുന്നാൾ, അവൾ എത്തിസ്റ്റാണ്, നിരീശ്വരവാദിയാണ്. എന്നാൽ തന്നെ അവളുടെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ പോയിരുന്നു. അവൾ മലപ്പുറം ജില്ലയിലെ തൃക്കലങ്കോട് പഞ്ചായത്തിലെ കാരക്കുന്നാണ് അവളുടെ വീട്. ഞാനും അതേ പഞ്ചായത്തിൽപ്പെട്ടതാണ്. അന്ന് ഞങ്ങൾ പരിചയമൊന്നുമില്ല, ഈ മേഖലയിൽ എത്തിയിട്ടാണ് പരിചയപ്പെട്ടത്. ജസ്റ്റിൻ്റെ അടുത്ത് പോയി. അവിടെ തന്നെ ഉണ്ടായിരുന്ന പേര് ഓർമ്മ കിട്ടുന്നില്ല, എൻ്റെ നാക്കുന്നുമ്പത്തുണ്ട്. ആ പെൺകുട്ടിയുടെ കല്യാണത്തിന് ഞാൻ പോയിരുന്നു. അടുത്ത ബന്ധുക്കളാണ്, പേര് കിട്ടുന്നില്ല. അവിടെ കൂടെ ഉണ്ടായിരുന്ന സ്നേഹ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലാണ്. അവൾ തിരുവനന്തപുരത്ത് ജോലി കിട്ടിയപ്പോൾ ആദ്യം എന്നെ വിളിച്ചറിയിച്ച ആളുകളുടെ കൂട്ടത്തിലൊരാൾ ഞാനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എറണാകുളത്താണ് സ്നേഹ. പിന്നെ അതേപോലെ അബ്ദുവും അവർ ഒരു ഹൈദരാബാദിലായിരുന്നു അവർ വർക്ക് ചെയ്തിരുന്നത്. സ്നേഹയും അബ്ദുവും ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ, ഈ വർഷം ജനുവരിയിൽ ആശുപത്രി കിടന്ന സമയത്ത് മുന്നറിയിപ്പില്ലാതെ ആശുപത്രിയിലാണെന്നുള്ള പോസ്റ്റ് കണ്ടിട്ട് അവർ അവിടെ വന്നിട്ട് ആശുപത്രിയിൽ വന്ന് എൻ്റെ കാണുകയും ഒരുപാട് നേരം സംസാരിക്കുകയും ഒക്കെ ചെയ്തവരാ. അന്ന് ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നുള്ള പിരിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത്. എല്ലാവരും അത്രയും ആത്മബന്ധമാണ്. അബ്ദുവിനാണെങ്കിലും ഷിയാബ് അവിടെ ഉണ്ടായിരുന്ന ഷിയാബ് എന്നെ കഴിഞ്ഞ ദിവസവും വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചതാണ്. ഇടയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലും അവർ മെസ്സേജ് ചോദിക്കുന്നവരാണ്. എഡിറ്റേഴ്സ് ആയിരുന്ന ശരത്ത്, അതുപോലെ പിന്നെ ക്യാമറാമാനായിരുന്ന പിന്നെ ക്രിസ് ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. ക്രിസിൻ്റെ കല്യാണത്തിൽ തന്നെ വിളിച്ചിരുന്നു, എനിക്ക് നിർഭാഗ്യവശാൽ പോകാൻ പറ്റിയില്ല. ശരത്ത് ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. കിരൺ ഇപ്പോൾ ബാംഗ്ലൂരാണ്, എഡിറ്ററായിരുന്നു. കിരൺ എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, A to Z അവിടെയുള്ള ആളുകൾ, അവിടെ ഉള്ള അയൽക്കാർ, ഈ സ്ഥാപനം നിൽക്കുന്നതിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ഉടമ കൂടിയായിരുന്നു ഹേമന്ത് രാമകൃഷ്ണൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അഡ്വക്കേറ്റ്. അദ്ദേഹം ഇപ്പോൾ ദുബായിൽ കുറേ ബിസിനസ്സൊക്കെ ആയിട്ട് പ്രാക്ടീസ് സീരിയസ് ആയിട്ട് ചെയ്യുന്നില്ല. പറഞ്ഞു തന്നത് ഈ മാത്യു സാമുവേൽ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് പറയുമ്പം ആ വാസ്തവമല്ല, ഞാൻ അവിടെ നിന്ന് വിട്ടുപോകുന്നതാണ്. ഞാൻ അങ്ങനെ പിണങ്ങി വിട്ടുപോകുന്നൊരു സ്ഥലം അവിടെ മാത്രമേ ഉള്ളൂ. അത് എന്നോട് നീതി കാണിച്ചിട്ടില്ല. എല്ലാവരും ടൂളായിട്ട് യൂസ് ചെയ്യുക. അയാൾ ആദ്യം സുണാപ്പികളുടെ നാവായിട്ടാണ് ആദ്യം തുടങ്ങുന്നത്. ശ്രീകുമാർ മേനോനെ പറ്റിച്ചതാണ്, നമ്മുടെ ഡയറക്ടർ ശ്രീകുമാർ മേനോനെ പറ്റിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് പലരെയും ചീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് അദ്ദേഹം പിന്നെ CPM-ഉമായിട്ട് അടുക്കാനുള്ള ശ്രമം നടത്തി. മന്ത്രി രാജീവ് മുഖേന പിണറായി അടുപ്പിച്ചില്ല, അത് നടത്തി. കാരണം ആദ്യം സുളാപ്പികളെ സൂപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ സുളാപ്പികളെല്ലാം PFIക്കാരെല്ലാം പൂട്ടി ഇവിടെ റെയ്ഡ് നടത്തി അകത്തിട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത് CPM-നെ ഒന്ന് സൂപ്പിച്ച് പിണറായിയെ സ്തുതിച്ചുകൊണ്ട് കുറേ സ്റ്റോറികളൊക്കെ ചെയ്തു. അതിൻ്റെ ലിങ്കൊക്കെ പുള്ളിക്ക് അയച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്തിട്ട് അങ്ങനെ രാജീവ് മുഖേന മുട്ടി നോക്കിയതാണ്, നടന്നില്ല. രാജീവിൻ്റെ ഒരു ഇൻ്റർവ്യൂ കിട്ടി എന്ന് മാത്രം. അതും അവരുടെ സ്ഥലത്ത് പോയിട്ടാണ്. എൻ്റെ മാതിരി ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്ത മാതിരിയുള്ള സംവിധാനമൊന്നും പുള്ളിയുടെ അടുത്ത് ആരും ചെല്ലില്ല. അതിന് ഒരു നേതാക്കന്മാരും. PJ കുര്യൻ അവിടെ പോയിട്ട് എടുത്തത്, PC ജോർജിൽ അദ്ദേഹമുള്ള ഹോട്ടലിൽ പോയിട്ട് എടുത്തത്. പുള്ളിയുടെ പിന്നെ സ്ഥാപനത്തിലേക്ക് പുള്ളി വിളിച്ചാൽ ആൾക്കാർ വരില്ല. നമ്മളൊക്കെ വിളിച്ചാൽ ആൾക്കാർ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മാന്യമായിട്ട് അവരോട് പെരുമാറുന്നതുകൊണ്ടാണ്, ഏത് പാർട്ടിയിലാണെങ്കിലും. അങ്ങനെയല്ല ഇയാളെ ഡീല്. CPM-ആയിട്ട് നടക്കില്ലാതെ കണ്ടപ്പോൾ പിന്നെ BJP ആയിട്ട് ഡീൽ നടത്താൻ വേണ്ടി നോക്കി. അമിത്ഷായെ കാണാൻ വേണ്ടി ഡൽഹിയിൽ പോയിട്ട് ഒരാഴ്ച കെട്ടി നടന്നിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല, അയാൾക്ക് അടുപ്പിച്ചില്ല. ബംഗാരു ലക്ഷ്മണനെ ചതിച്ചതാണ്. പാർട്ടി ഫണ്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്നത്. എന്നിട്ട് ഒളിക്യാമറ വെച്ചെടുത്തിട്ട് കൈക്കൂലി കൊടുത്തു എന്നുള്ള രീതിയിലാക്കി.
അപ്പോൾ ആ പാവം മനുഷ്യൻ്റെയൊക്കെ ശാപമുണ്ട്. പിന്നെ പിന്നെ SC വിഭാഗത്തിൽ നിന്ന്, ദളിത് വിഭാഗത്തിൽ നിന്ന് ആദ്യമായിട്ട് BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായ ആളാണ്. നിതിൻ ഗഡ്കരിയേക്കാളും രാജ്നാഥ് സിംഗിനേക്കാളും ഒക്കെ അമിത്ഷായേക്കാളും ഒക്കെ സീനിയർ ആയിട്ടുള്ള ആളാണ്. അയാളെ പൊളിറ്റിക്കൽ കരിയർ നശിപ്പിച്ചു കളഞ്ഞു. ഒരുപാട് മനുഷ്യരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏഞ്ചൽ മേരി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കൊണ്ട് ചീറ്റ് ചെയ്തത്, കുറേ പേരെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അയാൾ അധികം പറയിപ്പിക്കരുതെന്ന് മാത്രം. അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീണ്ടും BJPയുടെ അടുത്ത് ഒന്നും നടക്കില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പം എല്ലാം കോൺഗ്രസ് അനുകൂല നിലപാടെടുക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരും അതിൽ പെട്ടുപോകുന്നത് എനിക്ക് തോന്നുന്നില്ല. മാത്യു ലിസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്നൊന്നും ഞാൻ പണങ്ങി പോന്നിട്ടില്ല. ഇവിടെ നിന്ന് പറയുമ്പോൾ ഇപ്പോഴും അവിടുത്തെ സ്റ്റാഫുമായിട്ടോ അതിൻ്റെ CEO ആയിട്ടോ ഒന്നും ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണല്ലോ അവരെന്നെ കാണാൻ വരണേ, എന്നെ വിളിക്കണേ. ഇയാളായിട്ട് മാത്രം, ഇയാളൊരു ഭൂലോക ഫ്രോഡ് ആയതുകൊണ്ട് അയാൾ എൻ്റെ പേര് പറയാതെ പറഞ്ഞിട്ട് പല ആൾക്കാരും ലിങ്ക് അയച്ചതുകൊണ്ട് ഞാൻ പറയാം, അയാൾ എന്നെ ചൊറിയാൻ ഇനി വന്നു കഴിഞ്ഞാൽ അയാൾ വിവരം അറിയും. തെമ്മാടി ഒരുമിച്ചിരുന്ന് കുറേ മദ്യപിക്കുകയും ഒരുമിച്ചിരുന്ന് ഒരുപാട് സിഗരറ്റ് വലിക്കുകയും ചെയ്തതിൻ്റെ ബന്ധമൊക്കെ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് വീണ്ടും പിന്നെ വാണിംഗ് നിർത്തുന്നത്. എന്നായിരുന്നാൽ എനിക്ക് പറയാനുള്ള കാര്യം വേറെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ABC മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. ABC മലയാളത്തിൽ ഞാനും ഫിറോസും കൂടിയാണ് ഈ മേഖലയിൽ ഇങ്ങനെ ചർച്ചയുടെ രീതിയിൽ രണ്ടുപേരിരുന്നിട്ടുള്ള ഡിബേറ്റ് ടൈപ്പിലുള്ള സാധനങ്ങൾ ആദ്യം തുടങ്ങുന്നത്. ABC മലയാളത്തിലല്ല, അതിന് മുമ്പ് ഞങ്ങൾ പിന്നെ പേഴ്സണലായിട്ട് ഫിറോസിൻ്റെ പേജിലാണ് ആദ്യം ചെയ്യുന്നത്. പിന്നീട് ഞാൻ നാരദ ന്യൂസ് ചെല്ലുമ്പോൾ ഞാനും മാധ്യമ അതേ പാറ്റേൺ പഠിക്കുന്നു. പിന്നീട് എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും തുടങ്ങി. ഞാൻ ഫിറോസും കൂടി ABC മലയാളത്തിൽ ചെയ്യുന്നു. അന്ന് ജയശങ്കർ വക്കീലും പിന്നെ ഞാൻ ഫിറോസും മാത്രമേ ഉള്ളൂ. ജയശങ്കർ വക്കീലിൻ്റെ സിംഗിൾ സ്റ്റോറി ഞങ്ങൾ ഡിബേറ്റ് 2 ദിവസം വെച്ചെടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഉടമ അടൂർ ഗോവിന്ദൻകുട്ടി. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോട് പറഞ്ഞ അടുത്ത ബന്ധുവാണെന്നൊക്കെ. പിന്നീട് ഞാൻ വേറെ ആൾക്കാരോട് അന്വേഷിച്ചപ്പോൾ അടുത്ത ബന്ധുവെന്നല്ല, അകന്ന ബന്ധമാണ്. അന്ന് പിന്നെ ഗോവിന്ദൻകുട്ടി ഫേമസാണ്. അതുകൊണ്ട് പേര് ഉപയോഗിച്ചത് 2022 എന്നെ ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ. എനിക്ക് തോന്നുന്നു ഗോവിന്ദൻകുട്ടീൻ്റെ അടുത്തായിരിക്കും ചിലപ്പോൾ നമ്മുടെ അടുത്ത്, അതോ ഫിറോസിൻ്റെ അടുത്താണോ എന്നറിയില്ല. എന്നെ ആദ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങോട്ട് വിളിച്ചാൽ പരിചയപ്പെടണേ. അപ്പം അവിടെ ഞാൻ ചെയ്യുന്നില്ലെങ്കിലും ഞാനും പിന്നെ ഗോവിന്ദൻകുട്ടി തമ്മിൽ വ്യക്തിപരമായ നല്ല ബന്ധമുണ്ട്. അവർക്ക് 30 ലക്ഷം വ്യൂവേഴ്സ് ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ എന്നോടാണ് സന്തോഷം വിളിച്ച് പറഞ്ഞതാണ്. വളരെ ഇണങ്ങി പിണങ്ങി എതിർത്ത് സംസാരിച്ചൊക്കെയുള്ള ബന്ധമുണ്ട്. ഞാൻ അതേപോലെ പിന്നെ അസോസിയേറ്റ് ചെയ്തതാണ് പിന്നെ ശ്രീലാപ്പിള്ളയുടെ ഭാരത് ലൈവിൽ. അവിടെ കുറച്ച് നാൾ ചെയ്തു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആകെക്കൂടെ ഈ മേഖലയിൽ വന്നിട്ട് 4 വർഷമായെങ്കിലും ആകെക്കൂടെ 24 മാസം തികച്ച് ഞാൻ ഈ പണി ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഞാൻ ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ 5-6 മാസം എന്നോട് ചിലരൊക്കെ പറയാറുണ്ട്, രാജൻ ജോസഫ് ലേറ്റസ്റ്റ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം പണ്ട് ഇന്ത്യ വിഷനിൽ വാർത്ത വായിച്ചിരുന്ന സീനിയർ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഭഗത്തേട്ടൻ വന്ന് പരിചയപ്പെട്ടു. നമ്മളൊക്കെ പുള്ളിയൊക്കെ ആ കാലത്ത് ആരാധനയോട് കണ്ടിട്ടുള്ള, ആരാധനയല്ല ആദരവോടെ, എനിക്ക് ആരോട് ആരാധന തോന്നിയിട്ടില്ല, കണ്ടിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ലാളിത്യം എന്നെപ്പോലെ ഒരു പുള്ളിനെ പോലെയുള്ള മനുഷ്യനെ ഇങ്ങോട്ട് വന്നിട്ട് പരിചയപ്പെടുക. രാജൻ ജോസഫ് അല്ലേ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പരിപാടികളൊക്കെ കാണാറുണ്ടെന്നാണ്. പുള്ളി അന്ന് ഇന്ത്യ വിഷൻ്റെ തുടക്കത്തിൻ്റെ സമയം തൊട്ടുണ്ടായിരുന്ന വാർത്ത വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം ഗൾഫിലാണ്. അപ്പോൾ ഇപ്പോൾ അവധിക്ക് വന്നതാണ് പരിചയപ്പെട്ട്. അങ്ങനെയൊക്കെ ഓരോരുത്തർ വന്ന് പരിചയപ്പെടുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ പിന്നെ ABC മലയാളത്തിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നവകേരള ന്യൂസിൻ്റെ അതിൻ്റെ ഉടമയായിട്ടുള്ള രാഹുൽ ചക്രവാണിയായിട്ടും അതിൻ്റെ നടത്തിപ്പുകാരനായിട്ടുള്ള അതിൻ്റെ പിന്നെ ചീഫ് എഡിറ്ററായിരുന്ന രോഹിത്തുമായിട്ടും ഇപ്പോഴും നല്ല ബന്ധമാണ്. രോഹിത് അത് കഴിഞ്ഞിട്ട് നാഷണൽ ഫസ്റ്റ് എന്ന് പറയുന്ന ചാനൽ തുടങ്ങിയപ്പോൾ അവിടെയും ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താവശ്യത്തിന് വിളിച്ചാലും ഏത് സമയത്തിനും എനിക്ക് വേണമെങ്കിൽ രോഹിത്ത് എനിക്കൊരാവശ്യം ഉണ്ടെങ്കിൽ ഓടി വരുമെന്ന് എനിക്കറിയാം. തിരിച്ചും അങ്ങനെ തന്നെയാണ് ബന്ധം. അവിടെ അസോസിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും വ്യക്തിപരമായ എല്ലാ സന്തോഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയാറുണ്ട്, എതിരഭിപ്രായങ്ങളും പറയാറുണ്ട്. ഇണങ്ങാനും പണങ്ങാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള എന്താ ജേർണലിസ്റ്റ് ചെയ്തു. പിന്നെ നമ്മളെ ചാനലിൻ്റെ പേര് കിട്ടുന്നില്ല, നമ്മളെ അർജുൻ്റെ ചാനൽ, അർജുൻ ക്രൈം നന്നായിട്ടായിട്ട് പോലും നല്ല സൗഹൃദം. പല കാര്യങ്ങളിലും എതിരഭിപ്രായം പറയാറുണ്ട്, വിമർശിക്കാറുണ്ട്. അവിടെ നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടല്ല, ഷാൻ ചേട്ടനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ 2022 ഞാനവിടെ കയറേണ്ടതായിരുന്നു. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ നടന്നില്ല. മലയാളി വാർത്തയിലെ സോമൻ ചേട്ടനായിട്ട് നല്ല ബന്ധമാണ്. ഇതൊന്നും നമ്മൾ ദുരുപയോഗപ്പെടുത്താൻ പോകാറുമില്ല. ആവശ്യമില്ലാത്തൊരു കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്മാർട്ട് പിക്സ് മീഡിയ, ഞാൻ ഭാരത് ലൈവിൽ ശ്രീല പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെയ്തിരുന്നു. ശ്രീലയായിട്ട് ഇപ്പോഴും നല്ല ബന്ധമാണ് എല്ലാ കാര്യത്തിനും. ശ്രീല ഒരു എക്സ്ട്രീം പിന്നെ BJP അനുകൂല മൈൻഡിലാണ് അങ്ങനെ പോകുന്നൊരു ചാനലാണ്. വളരെ നല്ല പിന്നെ വിശ്വസ്തയായ സുഹൃത്താണ് ശ്രീല. തിരിച്ചു ഞാനും അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് സ്മാർട്ട് പിക്സിൽ അനീഷുമായിട്ട് നല്ല രീതിയിൽ നല്ല ബന്ധത്തിലാണ് പിരിഞ്ഞത്. പ്രത്യേക ഘട്ടത്തിൽ സ്വന്തം അനിയനെ പോലെ തന്നെ കണ്ടിട്ടുള്ളത്. എന്നോട് തിരിച്ചു അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും ചെയ്തിട്ടുള്ളപ്പോൾ അങ്ങനെയാണ്. ഇപ്പം ചെയ്യുന്നിടത്ത് ഇപ്പോൾ വൈറ്റ് സ്വാലിൽ ചെയ്യുന്നു. പറഞ്ഞു വന്നത്, ഞാൻ പറയാൻ വന്ന കാര്യത്തിൽ നിന്ന് മാറിപ്പോയി. വൈറ്റ് സ്വാൽ ചാനൽ പിന്നെ അതിൻ്റെ ഹിന്ദി ചാനൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. അത് വാരാണസിയിലും ഡൽഹിയിലും അതിൻ്റെ ബ്യൂറോകൾ ആരംഭിച്ചിട്ടുണ്ട്.
പറയാനുള്ളത് അത് പിന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ കേരളത്തിലെ ഹിന്ദി ഭാഷയ്ക്കകത്ത് നമുക്ക് പിന്നെ ഈ ദേശീയമായ വിഷയങ്ങളും പിന്നെ നാഷണൽ പൊളിറ്റിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒക്കെ സാമൂഹിക വിഷയങ്ങളും കൊണ്ടുവരാനുള്ള തുടക്കമാണ്. എനിക്ക് ശരിക്കും ഹിന്ദി അത് അധികം അറിയില്ല. എനിക്ക് SSLCക്ക് ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയത് ഹിന്ദിക്കാണ്. അങ്ങനെ പിന്നെ ഹിന്ദി തോടെ മാലുമേ ഇത്രയേ ഉള്ളൂ. കാരണം എനിക്ക് പിന്നെ നല്ല ഹൈ മാർക്കോട് കൂടി SSLC പാസ്സായപ്പോഴും അന്ന് ഫസ്റ്റ് ക്ലാസ് വലിയ സംഭവമാണ്. ഡിസ്റ്റിങ്ഷനൊക്കെ ഞങ്ങൾ 100 കുട്ടികൾ 7 ബാച്ച് പിന്നെ ഡിവിഷനിലായിരുന്നു. പിന്നെ മഞ്ചേരി എത്തിങ്ങാന ഹൈസ്കൂളിൽ HMVHSൽ. അപ്പോൾ 99 കുട്ടികളുണ്ട്. അതിൽ പിന്നെ 2 പേർക്കാണ് ഡിസ്റ്റിങ്ഷൻ കിട്ടിയത്. ബാക്കി അന്ന് പിന്നെ 18 പേർക്കാണ് ഫസ്റ്റ് ക്ലാസ് കിട്ടിയത്. അതിലൊരാളായിരുന്നു ഞാൻ. അന്ന് ഡിസ്റ്റിങ്ഷൻ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചാൽ നടന്നില്ല. എനിക്ക് തോക്കും എന്നുള്ള പേടിയുണ്ടായിരുന്നു. കാരണം ഹിന്ദി എത്ര മാർക്ക് കിട്ടിയാലും ഒരു വിഷയത്തിന് ഏതെങ്കിലും ഒരു വിഷയത്തിന് 10-ൽ താഴെ മാർക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ തോറ്റു പോകും. ഹിന്ദി തോക്കുമോ എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. 14 മാർക്കാണ് എനിക്ക് ആകെ കിട്ടിയത് ഹിന്ദിക്ക്. അതാണ് എൻ്റെ ഹിന്ദിയിലുള്ള ബോധം. ഈ പക്ഷേ കുറച്ച് ഹിന്ദിയൊക്കെ അറിയാം കേട്ടോ. ഇത് തുമാര നാം രാജൻ ജോസഫേ മേരാ നാം ക്യാ ഹേ എന്നൊക്കെ പറയാനറിയാം. അല്ലെങ്കിൽ മറ്റേ പഞ്ചാബി ഹൗസ് സിനിമയ്ക്കകത്ത് ഹരിശ്രീ അശോകൻ ചെയ്തതുപോലെ പറഞ്ഞതുപോലെ ചോർ എന്ന് പറഞ്ഞിട്ട് പറയാനറിയാം. ചോർ എന്ന് പറഞ്ഞാൽ കള്ളനാണെന്ന് അറിയാതെ ചോർ എന്ന് പറയുമ്പോൾ അടിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഹിന്ദിയൊക്കെ അങ്ങനെ അറിയാവുന്ന ഹിന്ദിയൊക്കെ വെച്ചിട്ട് പിന്നെ ഹിന്ദിയിൽ ഞാനും പിന്നെ പരിപാടി ചെയ്യണം എന്ന് തന്നെ ഡിബേറ്റിനൊക്കെ ഇരിക്കണം എന്ന് കരുതുന്നുണ്ട്. ഹിന്ദി നന്നാക്കാൻ എന്താ മാർഗം എന്നുള്ളത് നോക്കുന്നുണ്ട്. അത് നിങ്ങൾ ക്ഷമിക്കുക, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹിന്ദി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വാരാണസിയിലും ഡൽഹിയിലും അതിലുള്ള സംവിധാനങ്ങളുണ്ട്. നിങ്ങൾക്കും താല്പര്യമുള്ളവർക്ക് നന്നായി കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും രാഷ്ട്രീയ ബോധമുള്ള സാമൂഹിക ബോധമുള്ള നിരീക്ഷണ പാഠവുമുള്ള പിന്നെ നല്ല പിന്നെ ഹിന്ദി ഒഴുക്കോടെ സംസാരിക്കാൻ പറ്റുന്ന ആളുകൾക്ക് അവസരം കിട്ടുന്നതാണ്. അതിന് വൈറ്റ് സ്വാൻ ചാനലിലോ അല്ലെങ്കിൽ ഇതിൽ എൻ്റെ ചാനലിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള എൻ്റെ നമ്പറിലോ വാട്സപ്പിലോ മെസ്സേജ് അയച്ചാൽ മതി. കോള് വിളിച്ചാൽ ബുദ്ധിമുട്ടാവും. അത് പിന്നെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വൈറ്റ് സ്വാൻ ചാനലിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വൈറ്റ് സ്വാൻ TV പിന്നെ വൈറ്റ് സ്വാൻ ഹിന്ദി എന്ന് പറഞ്ഞിട്ടാണ്. വൈറ്റ് സ്വാൻ ഹിന്ദി കേട്ടോ ചാനലിൻ്റെ പേര്. ഇതാ വൈറ്റ് സ്വാൻ ഹിന്ദി. അതൊന്ന് സെർച്ച് ചെയ്തിട്ട് ഹിന്ദിയിൽ താല്പര്യമുള്ളവർക്ക് അത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇന്നിപ്പോൾ കൊടുത്ത ഒരു സംഭവം ഞാൻ ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യാം. पीएम नरेंद्र मोदी वाराणसी दौरे पर हैं। यहाँ उन्होंने मॉरिशस के पीएम नवीन चंद्र रामगुलाम से मुलाकात की। दोनों देशों के बीच द्विपक्षीय वार्ता हुई। इसमें कई समझौते साइन किए गए। मोदी ने कहा भारत और मॉरिशस വേറെ ഇടാം. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് വേറെ എല്ലാ ആളുകൾക്കും ഇതിൽ അവസരങ്ങൾ പിന്നെ കൊടുക്കാനുള്ള ഒരു സന്മനസ്സോട് കൂടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് പിന്നെ മാത്യു സാമുവിനെ പോലെ നാട്ടുകാരുടെ നല്ല പൈസ വിരിച്ചിട്ട് ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ട് അതിൻ്റെ കണക്കെടുക്കില്ല. അയാൾക്ക് പൈസ അയച്ചു തന്ന ആളുകളുടെ പേരും അവരയച്ചു തന്ന എമൗണ്ടും അയാൾ പബ്ലിഷ് ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പബ്ലിഷ് ചെയ്യട്ടെ. അപ്പോൾ അതിൽ പബ്ലിഷ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ രംഗത്ത് വരുമല്ലോ. മൊത്തം ആൾക്കാരെ ആളുകളുടെ ഫുൾ പേര് എവിടെ നിന്ന് ഏത് രാജ്യത്ത് ആണെന്നാണ് അയച്ചത് ഡീറ്റെയിൽസ് അയാളെടുത്തുണ്ടാവും. എഴുതി വെച്ചിട്ടുണ്ടാവില്ല എല്ലാം നോട്ട് ചെയ്തിട്ട്. ചാനൽ തുടങ്ങുന്നവൻ ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ട് പിന്നീട് മിണ്ടില്ല അതിനെക്കുറിച്ച്. ചാനൽ വലിയൊരു കൂടെയില്ല ചാനലിൻ്റെ. അപ്പം പിന്നെ ഞാനീ പറഞ്ഞ പോലെ തന്നെ ഇത് നിങ്ങൾ പിന്നെ നോക്കുക. ഈ ചാനലും വൈറ്റ് സ്വാൻ TV വൈറ്റ് സ്വാൻ ഹിന്ദി എന്നുള്ള പിന്നെ നമ്മൾ അരയന്നം എന്നുള്ള അർത്ഥത്തിലുള്ള വൈറ്റ് സ്വാനാണ്. അപ്പം അത് നോക്കുക. അതേപോലെ തന്നെ അതിൽ പിന്നെ നമീബിയയുടെ ട്രേഡ് മിനിസ്റ്റർ ഇവിടെ വന്നിരുന്നു വെബ്സൈറ്റ് ലോഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. അന്ന് നമ്മൾ ഹിന്ദിയിലുള്ളതിൽ കൂടെ തന്നെ അന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ഇൻ്റർവ്യൂ എടുത്തിരുന്നു. അത് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ആ സാധനം കൂടെ കിട്ടുകയാണെങ്കിൽ ഒന്ന് യെസ് നമീബിയയുടെ അല്ല സിംബാബ്വേയുടെ പിന്നെ ഡെപ്യൂട്ടി മിനിസ്റ്ററാണ് ഫോർ ട്രേഡ്, വാണിജ്യ വ്യാപാര വകുപ്പ് പിന്നെ മന്ത്രിയാണ്. ഇന്ത്യയുടെ ഗസ്റ്റായിട്ട് വന്നതാണ് അദ്ദേഹം. He has made significant contributions in the economic and political spheres of Zimbabwe and a member of the ruling party ZANU-PF. Let's welcome the one and only Honorable Rajesh Kumar Indukant Modi, sir. Thank you. Welcome, sir. So how has been your visit to Kerala? Wonderful. So, we got to know that your recent visit to Kerala resulted in marking a significant deal with Keltron over supplying technologies and laptops. ഇത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ വൈറ്റ് സ്വാൻ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് കേരളത്തിൽ. പിന്നെ പലരും ശ്രമിച്ചിട്ട് കിട്ടിയിട്ടില്ല.
ഞങ്ങൾ ലേ മെറിഡിയൻ പിന്നെ ഹോട്ടൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടത്തിയത്. വെബ്സൈറ്റിലെ ലോഞ്ചിങ്ങും പുള്ളിയെ കൊണ്ടാണ് നടത്തിപ്പിച്ച് വലിയ ക്യാൻവാസിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞ ഹിന്ദി തുടങ്ങി ഇംഗ്ലീഷ് ചാനലും തുടങ്ങാനുള്ള അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിലാണ്. ദേശീയ രാഷ്ട്രീയം കൃത്യമായി കൈകാര്യം ചെയ്യുകയും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും, കാരണം നമ്മൾ മലയാളത്തിൽ പറയുന്നതൊന്നും ആളുകൾക്ക് ഇവിടെ ഉള്ളവരിലേക്ക് കേൾക്കുള്ളൂ. അപ്പം ഹിന്ദി അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇത് ഈ ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ള കുട്ടി ശ്വേത ഞങ്ങളുടെ പിന്നെ ഞങ്ങളുടെ അവിടുത്തെ ഒരു വൈറ്റ് സ്വാൻ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേരുകൾ എനിക്ക് പറയുമ്പോൾ പറയാതിരിക്കുന്നത് ആരെങ്കിലും പേര് വിട്ടുപോയാൽ അവർക്ക് വിഷമാവും എന്നുള്ളതുകൊണ്ടാണ്. എല്ലാവരും വളരെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ വളരെ മിടുക്കരാണ്. സൂര്യചേട്ടനും സിബിയും അവരെ കൊണ്ടു നടക്കുന്നത് സ്വന്തം അനിയനും അനിയത്തിമാരും പോലെയാണ് അവരെല്ലാം കൊണ്ടു നടക്കുന്നത്. തമാശ പറയുകയും ഒക്കെ ചെയ്യാവുന്ന ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, പലപ്പോഴും ചായ കുടിക്കാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കും കൂടി എല്ലാവർക്കും കൂടി എന്തെങ്കിലും ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ കടി മേടിച്ചുകൊണ്ടിരുന്ന രീതിയാണ് സൂര്യചേട്ടനും സിബിക്കൊക്കെ ഉള്ളത്. അങ്ങനെ കൊണ്ടുപോകുന്ന രീതിയാണ്. ഞാൻ അങ്ങനത്തെ ചേച്ചിക്കണക്ക് പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത്. അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി അങ്ങനെയാണ്. അവർക്കൊരു വിഷയം എന്നാൽ പല പെൺകുട്ടികളോട് പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്നവരുണ്ട്, അല്ലാതെ ഹോസ്റ്റലിൽ താമസിക്കുന്നവരുണ്ടൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ചില അനുഭവങ്ങൾ നമുക്കറിയാലോ, ഈ വായ്നോക്കികളും പിന്നെ ചില ഞരമ്പ് രോഗികളൊക്കെ ഉണ്ടാവണം. അങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടായപ്പോൾ വരെ സൂര്യചേട്ടനും സിബിയും അതിനകത്ത് സ്ട്രോങ് ആയിട്ട് ഇറങ്ങുകയും കൈകാര്യം ചെയ്യേണ്ടവരെ കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വിഷയങ്ങൾക്കകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഫാമിലി അറ്റ്മോസ്ഫിയറിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയാണ്. ആ ചാനലുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ചാനലിൻ്റെ നമ്പറിലോ അതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള നമ്പറിലോ അല്ലെങ്കിൽ എൻ്റെ ഇതിൽ യൂട്യൂബ് ചാനലിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലോ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ആദ്യം കോൺടാക്റ്റ് ചെയ്യുക. കാരണം കോളുകൾ എൻ്റർടൈൻ ചെയ്യുന്നില്ല. അപ്പം നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. നന്ദി നമസ്കാരം. സാധാരണ പറയാത്തതാണ്, പക്ഷേ ഇന്നിപ്പോൾ നിങ്ങളോട് നന്ദി പറയുകയാണ്. അപ്പം വൈറ്റ് സ്വാൻ ഹിന്ദിയിലും കൂടി ലോഞ്ച് ചെയ്യുന്നു. ഇപ്പോൾ പിന്നെ വാരാണസിയിലും ഡൽഹിയിലുമാണെങ്കിലും മറ്റു കേന്ദ്രങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ചിട്ടുള്ള ഗൗരവമായിട്ടുള്ള നീക്കങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇയാളെ പോലെ ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ട് പൊട്ടിടിക്കുന്ന പരിപാടിയൊന്നുമില്ല. സ്വന്തം നിലയ്ക്ക് തന്നെയാണ് അങ്ങനെ ഈ പ്ലാറ്റ്ഫോം വികസിപ്പിക്കുന്നത്. ആരുടെ മുമ്പിലും കൈ നീട്ടിയിട്ടല്ല. അതിന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടീമാണ് കൂടെയുള്ളത്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സന്തോഷപൂർവ്വം പങ്കുവെക്കുന്നു. ഓക്കെ, അപ്പോൾ ലാൽസലാം. വീണ്ടും സന്ധിക്കും വരെ.